വെൽക്കം ടു ഇനിയസ് ലൈഫ്. ഇന്ന് എന്റെ കൂടെ എന്റെ ലാലുണ്ട്. ലാലിന്റെ പേര് നിത. ഹലോ. ഇന്നെന്റെ ഫേവറേറ്റ് റെസിപ്പിയാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ ലാല? യെസ്, എന്റെ ഫേവറേറ്റ് റെസിപ്പിയാണ്. We gonna make donuts. ആദ്യം നമുക്ക് 1 കപ്പ് മിൽക്കാണ് വേണ്ടത്. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്കിത് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പാലെടുക്കുമ്പോ ചെറിയ ചൂടുള്ള പാല് വേണം കേട്ടോ എടുക്കാന്. ഇതിലേക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് അറിയില്ല. ഫസ്റ്റ് നമുക്ക് വേണ്ടത് മൈദയാണ്. മൈദ അല്ലെങ്കിൽ നമുക്ക് ഓൾ പർപ്പസ് ഫ്ലോറും എടുക്കാം. ഇതിലെ 4 കപ്സ് ഉണ്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ 4 കപ്പ് മൈദ എടുത്തു. ഇനി 4 കപ്പ് മൈദയ്ക്ക് നമുക്ക് 2 ടീസ്പൂൺ പഞ്ചസാര വേണം. 2 സ്പൂണാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു പിഞ്ച് ഉപ്പിടാം. ഒരു നുള്ളു മതി. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ ബട്ടർ ഇടാം. ഇട്ടോ എന്നിട്ട് മിക്സ് ചെയ്താലോ? ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഈസ്റ്റ് വെച്ച് പാലില്ലേ അതൊഴിക്കട്ടോ. കുറച്ച് ഒഴിച്ചു വെക്കാം. നമുക്ക് ഈ പാല് മാത്രം മതിയാവില്ല ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യണം. കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ കുറച്ച് ബട്ടറോ ഒക്കെ കയ്യിലാക്കി കൊടുത്താൽ മതി. അപ്പൊ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. കുറച്ച് മതി കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് ഒഴിട്ട് കുറച്ച് മതി. മതി. നമുക്കൊന്ന് കുഴച്ച് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചാൽ മതി. വെള്ളം കൂടി പോവും ചെയ്യരുത്. അതുപോലെ ഡോ ഭയങ്കര കട്ടിയായി പോകരുത്. അപ്പൊ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ ഇനി നമുക്ക് ഇതൊരു തുണി കൊണ്ട് നനച്ച തുണി ഇതിന്റെ മുകളിൽ ഇട്ടിട്ട് ഇതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പൊ ഇത് തുറന്നു നോക്കിയാലേ പൊങ്ങിയിട്ടുണ്ടോ നോക്കട്ടോ. യെസ്, നന്നായി പൊങ്ങിയിട്ടുണ്ട് അല്ലേ. ഇനി ഇത് നമുക്ക് ഒന്നുകൂടെ കുഴക്കട്ടോ. നന്നായിട്ട് നമുക്ക് ഇതിന്നൊരു ബോൾ എടുക്കാം. ബോളാക്കട്ടോ. ഇതൊന്ന് പരത്തട്ടോ. കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്നലെ ഒട്ടാതിരിക്കാനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. കുറച്ച് കട്ടിയിലാണ് പരത്തി.
പിന്നെ ഇത് ഡോണറ്റിന്റെ ഷേപ്പിലാക്കണ്ടേ, അതിന് നമ്മൾ ഒരു ബൗളും ഒരു ബോട്ടിലാണ് അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പൊ കട്ട് ചെയ്തോ. നമ്മളെല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചാലോ ചെയ്യാം. അപ്പൊ നമുക്കിത് പൊരിക്കാം. അപ്പൊ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഇവിടെ ഒരു സോസ് പാനില് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമുക്ക് ഇതൊന്ന് ചൂടായിട്ട് ഒക്കെ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് പൊരിക്കാം. തീ നന്നായിട്ട് കുറച്ച് വെക്കണം. സിമ്മിലാക്കിയിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് പൊരിക്കാൻ. ഡീപ് ഫ്രൈ ചെയ്യണം. നമുക്ക് എടുക്കാം. ഇതിപ്പോ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. രണ്ട് സൈഡും നന്നായിട്ടായിട്ടുണ്ട്. ഇതെടുക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഡോണറ്റ്സ് എല്ലാം പൊരിച്ചു. അപ്പൊ ഇതിന് നമുക്ക് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കണം. അതിനുള്ള ചോക്ലേറ്റ് നമുക്ക് മെൽറ്റ് ചെയ്യാം. അപ്പൊ ഡബിൾ ബോയിലാണ് ചെയ്യേണ്ടത്. ആദ്യം ഒരു പാത്രത്തില് വെള്ളം ചൂടാക്കിയിട്ട് അതിന്റെ മുകളിൽ വേറൊരു പാത്രത്തില് ചോക്ലേറ്റ് ഇട്ടിട്ടാണ് വെക്കേണ്ടത്. വേണമെങ്കിൽ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതേക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റായി വരുന്നുണ്ട്. അപ്പൊ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കട്ടെ. അപ്പൊ നമ്മളുടെ ഡോണറ്റ്സും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് വെക്കാം. ജസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ എല്ലാം ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. ഞങ്ങളിപ്പോ ഡെക്കറേറ്റ് ചെയ്യുന്നത് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് മിഠായി ആയിട്ടാണ്. ജംസും പിന്നെ ഇത് ജീരക മിഠായിയാണ്, ചെറിയ ജീരക മിഠായിയാണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഡോണറ്റ് റെഡി ആയില്ലേ? കഴിച്ചു നോക്കണ്ടേ? എടുത്തോ. എങ്ങനെയുണ്ട്? Yummy. സൂപ്പറായോ? Yes.